KPCCയുടെ പരിപാടിയിൽ G. സുധാകരൻ പങ്കെടുത്തത് ഞങ്ങളുടെ ക്ഷണപ്രകാരമാണ്. അതിലൊരു തെറ്റുമില്ല. അത് ഗാന്ധിജിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും സമാഗമത്തിൻ്റെ 100 വർഷം പൂർത്തിയായപ്പോൾ അതിന് രാഷ്ട്രീയത്തിന് അതീതമായി ഞങ്ങൾ നടത്തിയൊരു പരിപാടിയാണ്. അതിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ G. സുധാകരനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സൈബർ സഖാക്കൾ ആ പ്രവർത്തനം അവസാനിപ്പിക്കണം. അത് ഒരു പൊതുജീവിതത്തിൽ നിൽക്കുന്ന വ്യക്തികളോട് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇത്. നമ്മളൊക്കെ എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ സുധാകരനാണെങ്കിൽ എല്ലാ പൊതുപരിപാടിയിലും ആലപ്പുഴയിലും കേരളത്തിലും പങ്കെടുക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ പോലൊരു സീനിയർ നേതാവിനെ ഇത്തരം വളരെ മോശമായി പാർട്ടി സഖാക്കൾ തന്നെ അദ്ദേഹത്തെ സൈബർ ഇടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്നത് അപലപനീയമാണ്. അത് അവസാനിപ്പിക്കാൻ പാർട്ടി നേതൃത്വം മുൻകൈ എടുക്കുകയാണ് വേണ്ടത്. അല്ലല്ല, ആദ്യം പിടിയിലായ കേരളം മുഴുവൻ പിടിയിലാകുന്നത് SFIയിലാണ് ബഹുഭൂരിപക്ഷം. പിന്നെ ഒറ്റ ഒരു മിനിറ്റ്, നിങ്ങൾ ചോദിച്ചില്ല, ഞാൻ മറുപടി പറയട്ടെ. വേണ്ടേ? അല്ല, നിങ്ങൾ ചോദിച്ചാൽ മറുപടി. അപ്പോൾ ആദ്യം സിദ്ധാർത്ഥൻ്റെ കൊലപാതകം ഉണ്ടായി. 140 പേര് വളഞ്ഞിട്ട് നഗ്നനായ ഒരു വിദ്യാർത്ഥിയെ 2 ദിവസക്കാലം പീഡിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് കൊലപാതകമോ അതോ ആത്മഹത്യ ഉണ്ടായത്. ഇവിടെ നടക്കുന്ന റാഗിങ്, അതിനകത്ത് മുഴുവൻ പ്രതികൾ SFIക്കാരാണ്. കോട്ടയത്ത് ഗവൺമെൻറ് ഡെൻ്റൽ കോളേജിൽ നഴ്സിംഗ് കോളേജിൽ നടന്ന കോമ്പസ് കൊണ്ട് ശരീരം മുഴുവൻ കീറി അവരുടെ ശരീരത്ത് ഫെവിക്കോൾ ഉപയോഗിച്ചു. പ്രതികൾ മുഴുവൻ SFIക്കാരാണ്. ഇവിടെ കാര്യവട്ടം ക്യാമ്പസിൽ റാഗിങ് ഉണ്ടായി, അതിൻ്റെ പിന്നിലും SFIക്കാരാണ്. അതിനെല്ലാം പിന്നിൽ ലഹരിയുണ്ട്. കളമശ്ശേരിയിലും പിടിച്ചത് SFIക്കാരാണ്. അത് പറയും മുൻകാലത്ത് KSUക്കാർ തൻ്റെ റൂമിൽ താമസിക്കുന്ന SFIക്കാരുടെ KSUക്കാരുടെ റൂമിൽ SFIക്കാരുടെ റൂമിൽ KSUക്കാർ താമസിച്ചു എന്നാണെങ്കിൽ അവരുടെ പേരിൽ നടപടി എടുക്കട്ടെ. ആരാ അതിനെ എതിർക്കുന്നത്? ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ചെയ്യുന്ന ആളുകളുടെ മുഖം നോക്കാൻ നടപടി എടുക്കട്ടെ. ഞാൻ അതിൻ്റെ ഭാഗത്താണ്. പക്ഷേ ഭൂരിപക്ഷം കേസുകളിലും SFI ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. അവരൊരു സംഘടന എന്ന നിലയിൽ അവരതിനെ നിയന്ത്രിക്കണം. ഇന്നലെ ആ കുട്ടിയെ പുറത്താക്കി, നന്നായി, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ രാഷ്ട്രീയ വൈര്യത്തിനപ്പുറം നമ്മൾ ഈ ലഹരി മാഫിയയെ അമർച്ച ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അതിനകത്ത് ഞാൻ ഇത്രയും സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചത് കൊണ്ടാണ് ഒരു കേരളം പോലൊരു സംസ്ഥാനത്ത് ക്യാമ്പസുകളിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങളിൽ SFIയുടെ പങ്കാളിത്തം ഞാൻ ചൂണ്ടിക്കാണിച്ച കേസിലെല്ലാം ഉണ്ട്. അതുകൊണ്ട് അവരതിന് തിരുത്തണമെന്നാണ് പറയുന്നത്. അത് തെറ്റാണോ? KSUക്കാരുണ്ടെങ്കിൽ അവരുടെ പേരിൽ നടപടി എടുക്കട്ടെ. ആരും പറഞ്ഞ് എടുക്കരുതെന്ന് KSU പ്രസിഡന്റ് തന്നെ പറഞ്ഞല്ലോ, ഉണ്ടെങ്കിൽ നടപടി എടുത്തോളാൻ. അപ്പോൾ ഇന്ന് കേരളം ലഹരി മാഫിയയുടെ പിടിയിലാകുന്നത് നമുക്ക് സമൂഹത്തിനും ഒട്ടും ഗുണകരമല്ല. അതിനെതിരെയുള്ള ക്യാമ്പയിൻ മാത്രം പോരാ, സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കണം. പോലീസ് വിചാരിച്ചാൽ 24 മണിക്കൂർ കൊണ്ട് ഈ ലഹരി മാഫിയയുടെ വേറിറക്കാൻ കഴിയും. അത് ചെയ്യാനുള്ള ഇച്ഛാശക്തിയാണ് മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും പ്രകടിപ്പിക്കേണ്ടത്.